إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ആമുഖമായി ഏറെ ഗൗരവത്തോടെ ഉണർത്തുകയാണ്, സ്നേഹപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്. മദീനയിൽ ഉണ്ടായിരുന്ന ബനൂ ഉദ്റ എന്ന പേരിലുള്ള ഒരു ജൂത ഗോത്രം. ബനൂ ഉദ്റ എന്ന ജൂത ഗോത്രത്തിൽ നിന്ന് രണ്ടാളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ എത്തുകയും ഇസ്ലാമിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ കരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഷഹാദത്ത് പ്രഖ്യാപിക്കുകയുണ്ടായി. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ്. ആ രണ്ടാളുകളും ഇസ്ലാം സ്വീകരിച്ച് ഷഹാദത്ത് പ്രഖ്യാപിച്ചു, മുസ്ലിമീങ്ങളായി. കാലം കുറച്ച് മുന്നോട്ട് നീങ്ങി. ആ രണ്ടാളുകളിൽ ഒരാൾ ഇസ്ലാമിന് വേണ്ടി ഒരു യുദ്ധത്തിൽ പങ്കെടുത്ത് ധീരമായി രണാങ്കണത്തിൽ പടവെട്ടി വീരമൃത്യു വരിച്ച് ഷഹീദാവുകയാണ്, മരണപ്പെടുകയാണ്. രണ്ടാമത്തെ വ്യക്തിയാകട്ടെ, ആദ്യത്തെ വ്യക്തി മരിച്ച് 1 വർഷം കഴിഞ്ഞതിന് ശേഷം ആ രണ്ടാമത്തെ വ്യക്തിയും മരണപ്പെടുകയാണ്. രണ്ടാമത്തെ വ്യക്തി മരണപ്പെടുന്നത് യുദ്ധത്തിൽ ഷഹീദായിക്കൊണ്ടൊന്നുമല്ല, സാധാരണ രീതിയിലുള്ള ഒരു മരണമാണ് അദ്ദേഹം വരിക്കുന്നത്. പിന്നീട് മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു ഈ രണ്ടാളുകളെ കുറിച്ചൊരു സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം എന്നറിയോ? ഈ രണ്ടാളുകളും സ്വർഗത്തിന്റെ കവാടത്തിന്റെ അരികിൽ നിൽക്കുന്നു. ഈ രണ്ടാളുകളിൽ ഏറ്റവും ആദ്യമായി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകപ്പെടുന്നത് രണ്ടാമത് സാധാരണ നിലയിൽ മരിച്ച വ്യക്തിയെയാണ്.
ആദ്യത്തെ വ്യക്തി മരിച്ചത് നമുക്കറിയാം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി യുദ്ധം ചെയ്ത് ഷഹീദായിക്കൊണ്ടാണ്. അദ്ദേഹം മരിച്ച് 1 വർഷം കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ രണ്ടാമൻ സാധാരണ രീതിയിലുള്ള മരണം വരിക്കുന്നത്. ആദ്യം സ്വർഗത്തിൽ എത്തിച്ചേരുന്നതോ രണ്ടാമത് സാധാരണ രീതിയിൽ മരണപ്പെട്ട വ്യക്തി. ആരെ സ്വപ്നം കണ്ടത്? മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന് വലിയ ആശ്ചര്യമായി, പടച്ചോനെ എന്താണിത്? ഒന്നാമത്തെ വ്യക്തിയേക്കാൾ ഏറ്റവും ആദ്യം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത് രണ്ടാമത്തെ വ്യക്തി. ഒന്നാമത്തെ വ്യക്തിയല്ലേ എങ്ങനെ ചിന്തിച്ചാലും ഏറ്റവും വലിയ രീതിയിൽ ഷഹീദായിക്കൊണ്ട് മരണപ്പെട്ട് ഏറ്റവും ആദ്യം സ്വർഗത്തിൽ കിടക്കേണ്ടത്. അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടി. റസൂലുള്ളാഹിയോട് താൻ കണ്ട സ്വപ്നത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി അദ്ദേഹത്തോട് ചോദിച്ചു, മഹാനായ ത്വൽഹാ റളിയല്ലാഹു അൻഹുവിനോട്, എന്ത് അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന? അബൂ ത്വൽഹാ, എന്താണ് അതിൽ അത്ഭുതപ്പെടാനുള്ളത്? അലൈസ ഖദ് മക്കത ഹാദാ ബഅദഹു സന. ആദ്യത്തെ വ്യക്തി മരിച്ചതിന് ശേഷം ആ രണ്ടാമത്തെ വ്യക്തി അദ്ദേഹത്തിന് പിന്നീട് ഒരു കൊല്ലക്കാലം ജീവിക്കാൻ അവസരം കിട്ടിയില്ലേ? അതേ റസൂലെ കിട്ടി. റസൂലുള്ളാഹിന്റെ അടുത്ത ചോദ്യം, റമളാൻ ഫസാമഹു. 1 വർഷം കൂടി കിട്ടിയപ്പോ 1 റമളാന് കൂടി ആ മനുഷ്യന് കിട്ടിയില്ലേ? കിട്ടി റസൂലെ, കിട്ടി. എങ്കിൽ അത് തന്നെയാണ് കാരണം. ആ റമളാനിൽ അദ്ദേഹം നന്നായി അമലെടുത്തു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഫലമ്മാ ബൈനഹുമാ അബ്അദു മാ ബൈനസ് സമാഇ വൽ അർദ്. ആദ്യം മരിച്ച ആ ഷഹീദിനേക്കാൾ നന്മയുടെ കാര്യത്തിൽ ആകാശഭൂമികൾ തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടോ അത്രയും വലിയ വ്യത്യാസം നന്മയുടെ കാര്യത്തിൽ രണ്ടാമത് മരിച്ച വ്യക്തിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, ഒരൊറ്റ റമളാൻ ജീവിതത്തിലേക്ക് കിട്ടുമ്പോഴേക്കും അതുവഴി ലഭിക്കുന്ന മഹത്വമായത്. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാവരും ഇനി ഒരാഴ്ച പോലും തികച്ച് നമ്മുടെ മുമ്പിലില്ല. അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇനി റമളാനിലേക്കാണ് പ്രവേശിക്കാൻ നിൽക്കുന്നത്. എങ്ങനെയുള്ള റമളാൻ? സ്വർഗ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ട റമളാൻ, നരകത്തിന്റെ കവാടങ്ങളെല്ലാം കുട്ടിയടക്കപ്പെടുന്ന റമളാൻ, പിശാചുക്കളെയെല്ലാം ബന്ധിക്കപ്പെടുന്ന റമളാൻ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമായ ഒരു രാവ് ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അറിയിക്കപ്പെട്ട ഒരു റമളാൻ. നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കണക്ക് നിശ്ചയിച്ചിട്ടില്ലാത്ത പ്രതിഫലം ലഭിക്കപ്പെടുന്ന റമളാൻ. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരു മാസത്തിലേക്കാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ കടക്കാൻ പോകുന്നത്, അല്ലേ? നിങ്ങൾ നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മാസമാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മുമ്പിൽ കൈവന്നു നിൽക്കുന്നത്. ഏറ്റവും നിർണായകമായ മാസം. നിങ്ങൾ നോക്കിയും, ആ ബനൂ ഉദ്റ ഗോത്രത്തിൽപ്പെട്ട ആ 2 വ്യക്തികളിൽ ഏറ്റവും ഒന്നാമതായി മരണപ്പെട്ട ഷഹീദായ മനുഷ്യൻ, ആ മനുഷ്യനേക്കാൾ ആകാശഭൂമികൾ തമ്മിലുള്ള വ്യത്യാസം എത്രയുണ്ടോ അത്രയും വലിയ വ്യത്യാസത്തിൽ നന്മകൾ നേടിയെടുക്കാൻ 1 വർഷം കഴിഞ്ഞ് സാധാരണ രീതിയിൽ മരണപ്പെട്ട ആ മനുഷ്യന് കഴിഞ്ഞത് ഒരൊറ്റ റമളാന് കൂടി ജീവിക്കാൻ അവസരം ലഭിച്ചത് കൊണ്ടായിരുന്നു. അത്രയും മഹത്തരമാണ് റമളാൻ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായൊരു മാസം.
ഒരുപക്ഷേ അടുത്ത റമദാനിൽ ഈ പ്രസംഗിക്കുന്ന ഞാനോ നിങ്ങളോ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഇനി ഉണ്ടായെങ്കിൽ തന്നെ ആ റമദാനിൽ ആഫിയത്തോടെ ഇരിക്കണമെന്നുമില്ല. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് രണ്ടാളുകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് നോക്കിയും റമദാനിന്റെ പടിവാതിൽക്കലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ആയുസ്സുണ്ടാവാം, പക്ഷേ ആരോഗ്യം അനുവദിച്ചു കൊള്ളണമെന്നില്ല. ഒന്ന്, നമ്മുടെ മദ്രസയിലെ അധ്യാപികയും MGMന്റെ പ്രവർത്തകയുമൊക്കെയായ ഒരു സഹോദരിയുടെ ജ്യേഷ്ഠത്തി ഒരല്പം സീരിയസ് ആയ നിലയിൽ തന്നെ അവർ കോഴിക്കോട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞത്. അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറെ ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവിൻ്റെ ഉമ്മ ഒരു ഓപ്പറേഷൻ അഭിമുഖീകരിച്ച് അവരും ഹോസ്പിറ്റലിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും നീക്കിക്കൊടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫാഇനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. അടുത്ത റമദാൻ ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇനി റമദാനിൽ ഒരു പക്ഷേ നമ്മൾ എത്തിച്ചേർന്നാലും നമുക്ക് ആ റമദാനിനെ അനുഭവിക്കാനുള്ള നല്ല ആഫിയത്വം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ഇതാ ഇൻഷാ അല്ലാഹ് ഈ ആഴ്ച നമ്മൾ എത്ര കണ്ട് ആരോഗ്യമുള്ള ആളുകളാണോ ഇതിനേക്കാൾ ആരോഗ്യത്തോടെ നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന റമദാനിനെ പരിപൂർണമായി ഉപയോഗപ്പെടുത്താനുള്ള, അനുഭവിക്കാനുള്ള, ആസ്വദിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും റബ്ബ് സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, എന്താ റമദാനിന്റെ പ്രത്യേകത? റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന് അല്ല, ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്ക് വഴി നടത്താൻ റമദാനിനേക്കാളേറെ, നോമ്പിനേക്കാളേറെ ഉപകാരപ്പെടുന്ന വേറെ ഒരു അമലും ഇല്ല എന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നതൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. അതാണ് നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ അൾട്ടിമേറ്റ് ഗോൾ, ആത്യന്തികമായ ലക്ഷ്യം. എല്ലാവിധ പ്രയാസങ്ങളും വേദനകളും എന്നെന്നും അനുഭവിക്കേണ്ടുന്ന നരകത്തിൽ നിന്ന് അകറ്റപ്പെടുക, എല്ലാവിധ സുഖാനുഗ്രഹങ്ങളും ശാശ്വതമായി അനുഭവിക്കാൻ കഴിയുന്ന സ്വർഗത്തിൽ എത്തിച്ചേരുക. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ലക്ഷ്യത്തിന് നമ്മെ ഏറെ ഉപകരിക്കുന്ന ഒന്നാണ് നോമ്പ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം റസൂൽ പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരൊറ്റ ദിവസം നോമ്പെടുത്താൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ, ആ മനുഷ്യനെ അല്ലാഹു നരകത്തിൽ നിന്ന് 70 വർഷത്തെ വഴി ദൂരം അകറ്റിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ എടുക്കുന്ന ഒരൊറ്റ ദിവസത്തെ നോമ്പ് ആ മനുഷ്യനും നരകത്തിനുമിടയിൽ 70 വർഷം ദൂരം സഞ്ചരിക്കേണ്ടുന്ന വഴിദൂരം അള്ളാഹു സൃഷ്ടിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പൊ 30 ദിവസവും നോമ്പെടുക്കാൻ കഴിഞ്ഞാൽ 30 × 70 അല്ലേ? അതിന് പുറമേ നമ്മൾ എടുക്കുന്ന സുന്നത്ത് നോമ്പുകൾ വേറെയും. ഒരൊറ്റ ദിവസത്തെ നോമ്പ് 70 വർഷത്തെ വഴി ദൂരം നരകത്തെ തൊട്ട് ഒരു മനുഷ്യനെ അകറ്റിക്കളയാൻ സഹായകമാണ് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. നരകത്തുനിന്ന് ഒരുപാട് അകറ്റുന്നു മാത്രമല്ല, സ്വർഗത്തിലേക്ക് ഒരു മനുഷ്യനെ ഒരുപാട് അടുപ്പിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മഹാനായ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഇബാദത്തുകൾ ചെയ്യാൻ വലിയ ശുഷ്കാന്തിയുള്ള, വലിയ തൽപരനായ ഒരു സഹാബിയാണ്. റസൂലുള്ളാഹി ഒരിക്കൽ വന്നുകൊണ്ട് ചോദിച്ചു, റസൂലേ ദുല്ലനി അലാ അമലിൻ ഉദ്ഖലു ബിഹിൽ ജന്ന,
റസൂലേ, എനിക്ക് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായകമായ ഒരു അമല് റസൂലേ അങ്ങനെക്ക് നിങ്ങൾ പറഞ്ഞു തന്നാലും. റസൂൽ പറഞ്ഞു, അബൂ ഉമാമ അലൈക ബിസ്സൗം, കഴിയാവുന്ന ദിവസങ്ങളിലൊക്കെ നീ നോമ്പെടുത്തോ. അലൈക ബിസ്സൗം ലാ മസീല ലഹു, അതിന് തുല്യമായി അതിനോട് പകരം വെക്കാൻ വേറെ ഒരു ഇബാദത്തുമില്ല എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അപ്പൊ ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് ഒരുപാട് അകറ്റാനും സ്വർഗത്തിലേക്ക് ഒരുപാട് അടുപ്പിക്കാനും ഏറ്റവും എളുപ്പമുള്ള, എല്ലാവർക്കും ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു ഇബാദത്താണ് സഹോദരന്മാരെ വ്രതാനുഷ്ഠാനം, നോമ്പ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ നോക്കൂ, എങ്ങനെ നോമ്പെടുത്താലാണ് നമ്മൾ ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് കഴിയുക? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന നരകത്തിൽ നിന്ന് ബഹുദൂരം അകറ്റപ്പെടുന്ന രീതിയിൽ നോമ്പ് എങ്ങനെ എടുത്താലാണ് ഉപകരിക്കുക? പകലന്തിയോളം പട്ടിണി കിടന്ന നോമ്പാവോ? നോമ്പാവോ? ഇല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, നോമ്പ് എന്ന് പറഞ്ഞാൽ പകലന്തിയോളം വെറും പട്ടിണി കിടക്കൽ മാത്രമല്ല. അത് ഏത് പോലീസുകാരനും കഴിയും, ഏത് മനുഷ്യനും കഴിയും അല്ലെ. ഒരു ദിവസം 13-14 മണിക്കൂർ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും പട്ടിണി കിടക്കാൻ എല്ലാവർക്കും കഴിയും. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അതിലേറെ ദിവസങ്ങൾ വരെ പട്ടിണി കിടക്കാനുള്ള ആരോഗ്യകരമായ കഴിവും തികവും പലർക്കും ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ വെറും പട്ടിണി കിടക്കലല്ല നോമ്പ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം റസൂൽ പറഞ്ഞു. അത് എന്ത്? ലൈസ സിയാമു മിനൽ അഖ്ലി വശുർബ്, അന്നപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പിന്റെ ആത്മാവ്. മറിച്ച് എന്താ? നോമ്പിന്റെ ആത്മാവ്, നോമ്പിന്റെ ജീവൻ. നോമ്പിന്റെ ജീവൻ അതെന്താന്ന് ചോദിച്ചാൽ അതാണ് നോമ്പ്. അതാണ് നോമ്പ്. നമ്മുടെയൊക്കെ നോമ്പ് അതായിരിക്കണം. ആ രീതിയിൽ നോമ്പിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പിന്റെ ജീവൻ, നോമ്പിന്റെ കാതൽ അത് നഷ്ടപ്പെടാതെ പട്ടിണി കിടക്കാൻ നമുക്കാവണം. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലല്ല, മറിച്ച് നോമ്പെന്ന് പറഞ്ഞാൽ എന്തൊക്കെ അരുതായ്മകളുണ്ടോ, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് കാണുന്നതിനെ തൊട്ട് കണ്ണിനെ നിയന്ത്രിക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് കേൾക്കുന്നതിനെ തൊട്ട് കാതുകളെ നിയന്ത്രിക്കുക, അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഇടങ്ങളിലേക്ക് ചെല്ലുന്നതിനെ തൊട്ട് കാലുകളെ സൂക്ഷിക്കുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പിടിക്കുന്നതിനെ തൊട്ട് കൈകളെ സൂക്ഷിക്കുക, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് പറയുന്നതിനെ തൊട്ട് നാവിനെ സൂക്ഷിക്കുക. ഇങ്ങനെ എല്ലാ അവയവങ്ങൾക്കും നോമ്പ്. ആമാശയത്തിന് മാത്രമല്ല. ആമാശയത്തെ പട്ടിണി കിട്ടത് കൊണ്ട് ഒരു കാര്യവുമില്ല. മറിച്ച് നമ്മുടെ കൈകാലുകൾക്ക്, നമ്മുടെ കണ്ണിനും കാതിനും നാവിനും എല്ലാ അവയവങ്ങൾക്കും മനസ്സിന് വരെ അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തത് ചിന്തിക്കുന്നതിനെ തൊട്ട് ഹൃദയത്തെ നമ്മൾ എന്ത് ചെയ്യുക? നിയന്ത്രിക്കുക. ആകെ മൊത്തം ഒരു നിയന്ത്രണമാണ് എന്ത്? റമളാൻ എന്നുള്ളത്. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക അല്ലെ. അതിൽ നിന്നൊന്നും വിട്ടു നിൽക്കാതെ വെറുതെ പട്ടിണി കിടന്ന് ഒരുപാട് ദാഹവും വിശപ്പും മാത്രം നേടിയെടുക്കുന്ന മനുഷ്യന്മാരുണ്ട് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ പറയാണ്, റുബ്ബ സ്വായിമിൻ, എത്ര നോമ്പുകാരാണെന്നോ, ലൈസ ലഹു ബിസിയാമിഹി ഇല്ലൽ ജൂഉ വൽ അതുഷ്, അവർക്ക് അവരുടെ നോമ്പ് കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഒരുപാട് വിശപ്പ് സഹിച്ചു, ഒരുപാട് ദാഹം സഹിച്ചു എന്നതിലപ്പുറം അവർക്കൊന്നും കിട്ടാതെ ഒരു ഫലവും ചെയ്യാതെ പോകുന്ന ഒരുപാട് ആളുകൾ നോമ്പുകാരുടെ കൂട്ടത്തിലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരന്മാരെ, അതുകൊണ്ട് നോമ്പിന്റെ ആത്മാവ്, അതിന്റെ ജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. അതാണ് നോമ്പിന്റെ ആകത്തുക എന്ന് പറയുന്നത്. എന്താ നോമ്പിന്റെ ആത്മാവ്? അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന്
അവനവനെ അല്ലെ നിയന്ത്രിക്കാനുള്ള കരുത്ത്, ഒരു ആത്മനിയന്ത്രണം അത് നേടിയെടുക്കലാണ്. ആ കരുത്ത് നേടിയെടുക്കലാണ് എന്ത് റമദാനിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ആ ആത്മ കരുത്തിനാണ് എന്ത് പറയുന്നത്? തഖ്വ എന്ന് പറയുന്നത്. തഖ്വ, അള്ളാഹുവിനെ തൊട്ടുള്ള ഭയം. പടച്ചോനെ, ഞാനൊരു നോമ്പുകാരനാണ്, ഞാനൊരു മുസ്ലിമാണ്, എനിക്കത് കാണാൻ പാടില്ല, എനിക്കത് കേൾക്കാൻ പാടില്ല, എനിക്ക് അവിടേക്ക് പോകാൻ പാടില്ല, ഞാനത് പറയാൻ പാടില്ല, ഞാനത് ചിന്തിക്കാൻ പാടില്ല. അങ്ങനെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത എന്തൊക്കെയുണ്ടോ അത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം സ്വന്തം ശരീരത്തെ, സ്വന്തം ഇച്ഛകളെ നിയന്ത്രിക്കാൻ, പിടിച്ചു നിർത്താൻ കഴിവുള്ള ആളുകൾ ആരോ അവരാണ് മുത്തഖീങ്ങൾ. അതാണ് തഖ്വ എന്ന് പറയുന്നത്. ആ തഖ്വ, അതിന് മൂർച്ച കൂട്ടലാണ് റമദാനിന്റെ, ഓരോ റമദാനിന്റെയും ലക്ഷ്യം. യാ അയ്യുഹല്ലദീന ആമനൂ, ഞാൻ ആമുഖമായി ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ബഖറയിലെ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് ഇതാ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിനാണത്? നിങ്ങളെ പ്രയാസപ്പെടുത്താനല്ല, നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കാനല്ല, നമ്മളെ പട്ടിണിക്കിടാനല്ല, നമ്മളെ പ്രയാസപ്പെടുത്താനല്ല. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമൂഹങ്ങളിലും നാം ഇത് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനാ പടച്ചോൻ ഈ മാനവ സമൂഹത്തിന് ഈ ഇബാദത്ത്, ഈ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കിയത്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കാനുള്ള വലിയ ഒരു പരിശീലന കളരിയാണ് റമദാൻ. ഈ പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്ന ഈ തഖ്വ അടുത്ത റമദാൻ വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അടുത്ത റമദാനിൽ വീണ്ടും ആ മൂർച്ചയേറിയ ആയുധം തഖ്വ എന്ന ആയുധം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു? മൂർച്ച കൂട്ടുന്നു. അതാണ് ഓരോ റമദാനും നമ്മോട് പറയുന്ന കാര്യം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കാൻ ഉതകുന്ന രീതിയിൽ നോമ്പിന്റെ ആത്മാവ് ഉൾക്കൊണ്ട്, നോമ്പിന്റെ ജീവൻ ഉൾക്കൊണ്ട്, നോമ്പിന്റെ കാതൽ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്കിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒന്നുകൂടി പറയാണ് സഹോദരന്മാരെ, നോമ്പ് ആയിക്കഴിഞ്ഞാൽ പൊതുവെ പലരും മനസ്സോടെയാണ് നോമ്പെടുക്കാറുള്ളത്. അങ്ങനെ തന്നെയാണ്. ചിലർ വളരെ ആത്മാർത്ഥമായി ഈ മാസത്തിലെ ഓരോ സെക്കൻഡിന്റെയും വിലയറിഞ്ഞ് ആ മാസത്തെ നന്നായി ഉപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. ചിലർ തീരെ തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന മനുഷ്യന്മാരുണ്ട്. മൂന്നാമതൊരു വിഭാഗം ആളുകൾ ആരാന്ന് ചോദിച്ചാല്, റമദാനായി, നാട്ടിലെല്ലാവർക്കും നോമ്പാണ്, ഞാനായിട്ട് നോമ്പ് നോൽക്കാതിരുന്നാൽ അത് മക്കൾക്കിടയിൽ മോശമാണ്. മരോക്കൾ എന്താ വിചാരിക്കുക, അല്ലെങ്കിൽ അയൽപക്കക്കാരെന്താ വിചാരിക്കുക? ഇനിയിപ്പോൾ ഏതായാലും പുറത്തിറങ്ങി ഒന്നും തിന്നാനും കുടിക്കാനും ഹോട്ടലിൽ എവിടെയും കയറാൻ കഴിയില്ല, വീട്ടിലും ഓളെന്തേലും വെച്ചുണ്ടാക്കി തരൂല, ഇനിയിപ്പോൾ ഏതായാലും നോമ്പല്ലേ. അങ്ങനെയും നോമ്പെടുക്കരുത് നമ്മൾ. അങ്ങനെയാണ് മൂന്നാമതൊരു കൂട്ടർ. ആർക്കോ വേണ്ടി നോമ്പെടുക്കുന്ന മനുഷ്യന്മാർ, അല്ലെങ്കിൽ ഏതായാലും ശരീരത്തിന് കുറച്ച് പ്രയാസകരമായ അവസ്ഥയാണ്, ബ്ലഡ് ഷുഗർ ഏറിയിട്ടുണ്ട്, കൊളസ്ട്രോൾ ഏറിയിട്ടുണ്ട്, ഷുഗറും ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കൺട്രോളായി കിട്ടാൻ ഒരു മാസം തരക്കടില്ല, ഏതായാലും നോമ്പ് തന്നെ. സഹോദരന്മാരെ, അങ്ങനെയുള്ള താല്പര്യങ്ങളോ ലക്ഷ്യങ്ങളോ ഒന്നും ആവരുത് നമ്മുടെ ഒന്നും നോമ്പിന്റെ പിറകിലുള്ള പ്രചോദനം. അതുകൊണ്ടൊരു കാര്യം ഉണ്ടാവില്ല. റസൂൽ പറഞ്ഞില്ലേ, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബാ, ആരെങ്കിലും ശരിയായ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പെടുക്കുകയാണെങ്കിൽ, അതോടൊപ്പം വഹ്തിസാബാ, പ്രതിഫലേച്ഛയോടെ. പടച്ചോനെ ആരും ബോധ്യപ്പെടുത്താനല്ല, ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് കരുതിയല്ല, എവിടുന്ന് ഭക്ഷണം കിട്ടാനില്ല അതുകൊണ്ടൊന്നുമല്ല, പടച്ചോനെ ഷുഗറും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് നിയന്ത്രണത്തിലായി കിട്ടട്ടെ, അതിനൊന്നുമല്ല. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നിയന്ത്രണ വിധേയമാവട്ടെ, ആവാതിരിക്കട്ടെ, ആത്യന്തികമായി അതിനൊന്നുമല്ല. മറിച്ചെന്താ
എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടണം, എനിക്ക് സ്വർഗം വേണം, എനിക്ക് നരകത്തിൽ നിന്ന് അകറ്റപ്പെടണം. അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് ഇഖ്തിസാബോടെ ആരെങ്കിലും നോമ്പെടുത്താൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം അവന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനും ഇഖ്തിസാബും ഉൾക്കൊണ്ട് നോമ്പിന്റെ ശരിയായ കാതൽ ജീവൻ അതെന്താണെന്ന് ഞാൻ പറഞ്ഞു, അത് മുറുകെ പിടിച്ച് നോമ്പ് നോൽക്കാൻ നമ്മൾ സജ്ജരാവുക. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ചു ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, സ്നേഹപൂർവ്വം വസിയ്യത്ത് ചെയ്യുകയാണ്. സഹോദരന്മാരെ, റമദാനിൻ്റെ പകലുകളിൽ നോമ്പെടുക്കുന്ന നമ്മൾ റമദാനിൻ്റെ രാവുകളിൽ നമ്മൾ സജീവമാക്കേണ്ട ഒരു ഇബാദത്താണ് തറാവീഹ്, ഖിയാമു റമദാൻ, ഖിയാമുൽ ലൈല് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ പേരുകളിൽ അറിയപ്പെടുന്ന രാത്രി നമസ്കാരം. സഹോദരന്മാരെ, രാത്രി നമസ്കാരം എന്നുള്ളത് എല്ലാ മാസങ്ങളിലും പഠിപ്പിക്കപ്പെട്ട, കഴിയുമെങ്കിൽ ചെയ്യേണ്ടതായ വലിയൊരു ഇബാദത്ത് തന്നെയാണ്. റമദാനിൽ അതിന് പ്രത്യേകം താല്പര്യം നമ്മൾ കാണിക്കണം. റമദാനുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് റസൂലുള്ള പ്രത്യേകം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞത്? മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ. ഈമാനോടെ, ശിർക്ക് കലരാത്ത നമ്മുടെ ശുദ്ധമായ ഈമാൻ ഉൾക്കൊണ്ടുകൊണ്ട്, അതോടൊപ്പം വഹ്തിസാബാ, പ്രതിഫലേച്ഛയോടെയും. വേറെ ഒന്നിനുമല്ല. ആളുകൾ എന്ത് വിചാരിക്കും, ആളുകൾ എന്ത് കരുതും, അങ്ങനെയുള്ള ഒരു ചിന്തയോ കാര്യമൊന്നുമില്ല. വഹ്തിസാബാ, അള്ളാന്റെ പ്രീതിക്ക് വേണ്ടി, നാളത്തെ സ്വർഗത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി. ആരെങ്കിലും റമദാനിൽ രാത്രി നമസ്കാരം നിർവഹിച്ചാൽ അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളൊക്കെയും അവന് പുറത്തു കൊടുക്കുമെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, പകലിൽ നമ്മൾ നന്നായി നോമ്പെടുക്കുന്നതോടൊപ്പം രാത്രി കാലങ്ങളിൽ തറാവീഹുകളിൽ പങ്കെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ നന്നായി പരിശ്രമിക്കുക, സമയം കണ്ടെത്തുക, ഒരു നിർബന്ധ ബുദ്ധി നമ്മൾ അതിൽ കാണിക്കുക. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, റസൂലുള്ളാഹിന്റെ രാത്രി നമസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട എന്നാണ്. ലാ തസ്അൽ അൻ തൂലിഹിന്ന വലാ ഹുസ്നിഹിന്ന. അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ച്, അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്നോട് ചോദിക്കണ്ട. അത്രയും ദൈർഘ്യമേറിയ നമസ്കാരം, അത്രയും സുന്ദരമായ രീതിയിലായിരുന്നു പ്രവാചകൻ രാത്രി നമസ്കരിച്ചത്. തൻ്റെ കാലിൽ നീര് കെട്ടുവോളം നിന്ന് നമസ്കരിച്ചിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. അഫലാ അകൂന അബ്ദൻ ശകൂറ. റസൂലേ, നിങ്ങൾ എന്തിനെങ്ങനെ ബുദ്ധിമുട്ടണത്? നിങ്ങൾ മഅ്സൂമല്ലേ? നിങ്ങൾ ഒരു പാപവും ചെയ്യാത്ത, വന്നു പോകാത്ത മഅ്സൂമല്ലേ? അങ്ങ് ലോകത്തിന്റെ പ്രവാചകനല്ലേ? നിങ്ങൾ എന്തിനെങ്ങനെ രാത്രി ഇത്ര നേരം നിന്ന് നിസ്കരിക്കണതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ ഭർത്താവായ, നമ്മുടെ നേതാവായ റസൂലിനോട് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞത്, അഫലാ അകൂന അബ്ദൻ ശകൂറൻ. യാ ആയിഷ, ഞാനൊരു നന്ദിയുള്ള അടിമയായി മാറേണ്ടവനല്ലേ? അല്ലാഹു ഈ ഒരു രൂപത്തിൽ ശറഫുറ്റ ഒരു ഉടമയാക്കി തീർത്തതിന് ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരണ്ടേന്ന്. ഇപ്പൊ നമ്മളൊക്കെ എത്ര കണ്ട് രാത്രിയുടെ നമസ്കാരങ്ങളിൽ ദൈർഘ്യത കാണിക്കേണ്ടി വരും. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറ്റവും ദൈർഘ്യമേറിയ നമസ്കാരങ്ങൾ എവിടെ നടക്കുന്നുവോ അവിടെയൊക്കെ നമ്മൾ പോവുക. അതാണ് ഏറ്റവും ഖൈർ. ഏറ്റവും ഖൈർ അതാണ്.
ഏറ്റവും അധികം നിന്ന് നമസ്കരിക്കുന്ന അതിൻ്റെ ദൈർഘ്യം കൂടുന്തോറും പ്രതിഫലം കൂടും എന്നുള്ളതാണ്. വലാ തസ്അൽ അൻ ഹുസ്നിഹിന്ന വലാ തൂലിഹിന്ന, അതിൻ്റെ ദൈർഘ്യത്തെക്കുറിച്ചോ അതിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചോ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടതില്ല. ഇനി റസൂലുള്ളാഹി എത്രയാണ് നിസ്കരിച്ചിരുന്നത്? അതും കൃത്യമായി റസൂലുള്ളാഹിന്റെ രാത്രിയുടെ ഓരോ മിടിപ്പും അറിഞ്ഞിരുന്ന പ്രവാചകന്റെ കൂടെ കഴിഞ്ഞിരുന്ന ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പഠിപ്പിക്കുന്നുണ്ട്. റസൂലുള്ളാഹി മാ കാന യസീദു ഫീ റമളാന വലാ ഫീ ഗൈരിഹി അലാ 11 റക്അ. റസൂലുള്ളാഹി റമളാനിലോ അല്ലാത്തപ്പോഴോ 11 റക്അത്തിലേറെ രാത്രി നമസ്കാരം നിർവഹിച്ചിരുന്നില്ല എന്ന് സ്വഹീഹായ ഹദീസിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ സഹോദരന്മാരെ, കൂടിപ്പോയാൽ 11 റക്അത്ത്, അതിലേറെ രാത്രി നമസ്കാരമില്ല. റമദാനിൽ അതിലേറെ മഹത്തരമുണ്ട്, പുണ്യമുണ്ട്. ഞാനത് പറയുകയും ചെയ്തു. അതുകൊണ്ട് പകലിൽ നോമ്പെടുക്കുന്ന നമ്മൾ രാത്രിയിലെ ആ നമസ്കാരത്തെ സജീവമാക്കി തൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ആരോഗ്യകരമായി കിട്ടാവുന്ന അവസാനത്തെ അവസരമായേക്കാം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുക? റമദാനിനെ സമീപിക്കുക. നിങ്ങളൊന്നിങ്ങനെ വെറുതെ ഇങ്ങനെ ബാക്കൊക്കെ തിരിഞ്ഞു നോക്കിയും വെറുതെ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയും നമ്മുടെ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് റമദാനിന്റെ തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളിൽ പലരും അല്ലെ, പല തലകളും നമ്മൾ ഇന്ന് കാണുന്നില്ല. ഉണ്ടോ? ഇല്ല. എവിടെ പോയി അവരൊക്കെ? ആ തലകളൊക്കെ എവിടെ പോയി? 6 അടി മണ്ണിനോട് ലയിച്ചു ചേർന്നു. അവരുടെ കർമ്മങ്ങളുമായി അവർ ബർസഖിയായ ലോകത്താണ്. അള്ളാഹു അവർക്കെല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ 2 മാസം മുമ്പ് ഒരു വിഷയം നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. മറ്റൊന്നുമല്ല, നമ്മുടെ സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയം. സക്കാത്ത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു മാസമാണല്ലോ ഏത്? നമ്മുടെ മുമ്പിൽ എത്തി നിൽക്കുന്ന റമദാൻ. ഒരു മനുഷ്യന് എപ്പോഴാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എത്രയാണ് കൊടുക്കേണ്ടത്, കൊടുക്കാതിരുന്നാലുള്ള അപകടം എന്താണ് എന്നൊക്കെ 2 മാസം മുമ്പ് ഞാൻ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. സഹോദരന്മാരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സും മറ്റുള്ളതൊക്കെ വൃത്തിയാക്കി ശുദ്ധിയാക്കി റമദാനിലേക്ക് പ്രവേശിക്കുന്ന കൂട്ടത്തിൽ സാമ്പത്തിക രംഗത്തെ വിശുദ്ധി കൂടി നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ കൊടുക്കാനുള്ള സക്കാത്ത് നിക്ക് നിർബന്ധമായും കൊടുത്തു വീട്ടാനുള്ള സക്കാത്ത് ഞാൻ കൊടുക്കാതെ റമദാനിലേക്ക് കിടക്കുന്നത് കൊണ്ട് നിക്കെന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. ഞാനതൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് റമദാൻ ഇൻഷാ അല്ലാഹ് ഇതാ ദിവസങ്ങൾ മാത്രം അകലെ. ആ ഒരു രംഗത്ത് വിശുദ്ധി കൂടി നമ്മൾ നടത്തിയിട്ടാണോ റമദാനിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പാക്കുക. വേഗം കണക്കൂട്ടുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പള്ളിയിൽ മസ്ജിദുൽ ഇർഷാദിൽ അതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനമുണ്ട്. ബൈത്തു സക്കാത്ത്, സക്കാത്ത് സെല്ല് അല്ലെ. പ്രവാചകന്റെ സഹാബത്തിന്റെ ഒക്കെ കാലത്ത് ഇതന്നെ ഇരുന്ന് രൂപം. എന്ത്? തുഖദു മിൻ അഗ്നിയാഇഹിം വതുറദ്ദു ഇലാ ഫുഖറാഇഹിം. അത് നൽകപ്പെടേണ്ട ആളുകളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന ഒരു സംഘടിത സ്വഭാവമായിരുന്നു സക്കാത്തിന്റെ കാര്യത്തിൽ പ്രവാചകനും സഹാബത്തിനൊക്കെ ഉണ്ടായിരുന്നത്. മദീനത്തെ പള്ളിയിൽ സക്കാത്ത് സെല്ലുണ്ടായിരുന്നു, ബൈത്തു സക്കാത്ത്. ആളുകൾ തങ്ങളുടെ വിഹിതങ്ങൾ അവിടെ ഏൽപ്പിക്കും. ആ ഏൽപ്പിക്കപ്പെട്ട ആ കമ്മിറ്റി അതെന്ത് ചെയ്യും? ആ ഉത്തരവാദപ്പെട്ട ആളുകൾ അതിനർഹരായ ആളുകളെ കണ്ടെത്തി ആ ആളുകൾക്കത് മാന്യമായി ഏറ്റവും ഫലപ്രദമായി എത്തിക്കുകയും ചെയ്യും. അതാണ് സക്കാത്തിന്റെ ഏറ്റവും ശരിയായ രീതിയും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു സംവിധാനമുണ്ട്. റസൂലുള്ളാഹിയും സഹാബത്തും അനുവർത്തിച്ചു വന്ന സക്കാത്ത് സെല്ല് വഴി സക്കാത്ത് അതിൻ്റെ ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക് അതും ഏറ്റവും ഫലപ്രദമായ രൂപത്തിൽ എത്തിക്കാവുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ പള്ളിയിലുണ്ട്, ഈ ഒരു മസ്ജിദിലുണ്ട്. അങ്ങനെ ഉണ്ടായിട്ട് നമ്മളത് ഉപയോഗപ്പെടുത്താതിരുന്നാൽ നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ സക്കാത്ത്, ബൈത്തു സക്കാത്തിനെ ബിസ്മി ചൊല്ലി റബ്ബിൻ്റെ തൃപ്തി മാത്രം ലാക്കാക്കി നമ്മളത് ഏൽപ്പിക്കുക. അതിലൊരു വീഴ്ചയും വരുത്താതെ, ഒരു
അപാകതയും വരുത്താതെ അതിന് ഏറ്റവും അർഹതപ്പെട്ട ആളുകളിലേക്ക്, അതിന് ഉത്തരവാദപ്പെട്ട ആളുകൾ അത് കൈമാറുകയും ചെയ്യുക. ആ ഒരു സംവിധാനം, നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട ആ ഒരു രൂപം, ഇസ്ലാമിൻ്റെ ആ ഒരു വ്യവസ്ഥാപിതമായ ആ ഒരു ശൈലി, അത് നമ്മളും ഉപയോഗപ്പെടുത്തുക. അർഹമുറാഹിമീനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്ന ആസന്നമായ ഈ റമദാനിനെ ഏറ്റവും ഹൃദ്യമായി വരവേൽക്കാനും ഏറ്റവും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും കഴിയുന്ന ഏറ്റവും സൗഭാഗ്യവാന്മാരായ ആളുകളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ നമുക്ക് എല്ലാ അർത്ഥത്തിലും നാളെ ഫലപ്പെടുന്ന, അനുകൂലമായി തീരുന്ന ഒരു അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തീർക്കുമാറാകട്ടെ. اللهم اغفر للمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا وأجر والدينا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا وأعمالنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين.